സ്നേഹികളെ, ഒരു അപരാധം എങ്ങനെ എടുക്കാമെന്ന് ആഴത്തിൽ പഠിച്ച് അതിലല്പം ടോക്സിസിറ്റി, സ്ത്രീ വിരുദ്ധത, കോമാളിത്തരം, കുറച്ച് കക്കൂസ് മാലിന്യം ഇവയെല്ലാം സമാസമം കൂട്ടിച്ചേർത്ത് ഫീൽഡ് ഔട്ടായ നമ്മുടെ ഡാൻസ് മാസ്റ്റർ പ്രഭുദേവയെ നായകനാക്കി ആത്തിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്ത സിനിമയാണ് ബഗീര. ഈ സിനിമയെ പറ്റി നിങ്ങൾ കണ്ടു മനസ്സിലാക്കിക്കോ. അപ്പൊ ഈ സിനിമ എന്ന് വിളിക്കാവുന്ന അപരാധം ആരംഭിക്കുന്നത് തന്നെയൊക്കെ തേച്ചിട്ട് പോയ പെൺവർഗങ്ങളുടെ തേപ്പ് കഥ നമ്മൾ പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നതിൽ നിന്നുമാണ്. വിത്ത് ബാക്ക്ഗ്രൗണ്ടിൽ സാഡ് BGM. அது வரையுமே நான் வந்து என்ன பிளான்னா ஜனவரி 9 அவங்க பர்த்டேக்கு நான் ட்ரெஸ்லாம் ஆர்டர் பண்ணி சர்ப்ரைஸ் பண்ணலான்னு இருந்தேன். பட் அவங்க இன்னொருத்தர் கூட பைக்ல ശേഷം ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു പുരാതന വാഹനത്തിൽ പിങ്ക് കളർ ലൈറ്റ് ഇട്ട് ഒരു സീരിയൽ കില്ലർ വരുവാണ് വിത്ത് എ ടെഡി ബിയർ. This is our Naika. She's a psychology student with a cute face and hot body. Now here comes the protagonist in this movie. ഇനിയൊരു ആന്റഗോണിസ്റ്റ് വേണമല്ലോ. അതാരാണെന്ന് അറിയാമോ ഈ സിനിമയിൽ? இந்த ഉലകത്തിലുള്ള അത്തന പെണ്ണുങ്ങളും എങ്ങനെ ബീഡി വലിച്ച് ചുണ്ടുകറുത്ത നായകൻ ഒരു പെണ്ണിനെ കറക്റ്റ് ആക്കി 10 മിനിറ്റ് പാളയം പള്ളിയിൽ ഉസ്താനെ കണ്ട് നിക്കാവും ചൊല്ലി അവളെ കല്യാണം കഴിച്ച് ശ്രീലങ്കയ്ക്ക് ഒരു ഹണിമൂൺ കൊണ്ടുപോകുന്ന വഴി ഓടുന്ന വണ്ടിക്ക് ടയർ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. നിഷ്കളങ്കയായി അവൾ തല വെളിയിലിട്ട് ടയർ നോക്കിയതും ശേഷം പിന്നെ പ്രഭുദേവല്ലേ പറയണ്ടല്ലോ, ഒരു ഫാൻസി ഡ്രസ് തന്നെ ഉണ്ട്. ഒന്നല്ല, ഒരു 9 എണ്ണമെങ്കിലും കാണും. അവസാനം ദശാവതാരം ചെയ്തപ്പോ പ്രഭുദേവിയെ കിട്ടിയ ഡയറക്ടർ പറഞ്ഞു, ആരും വേറെ ഒന്നും ചെയ്തിട്ടില്ല, അതല്ലാതെ അണ്ണന് വേണ്ടി ഞാൻ ഇതിൽ തിരികെ വെച്ചിട്ടുണ്ടോ കുറച്ച് ദശാവതാരം. ഇതെന്താ ഫാൻസി ഡ്രസ്സോ? ഇതെന്റെ സ്വന്തം ഡ്രസ്സ്. ചമയവിളക്ക് എടുക്കാൻ പോണ പോക്കാണ് ഇത്. എന്നിരുന്നാലും ഏതോ ഒരു പെണ്ണിന്റെ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ നഴ്സായിട്ടുള്ള പോക്കാണിത്. അവൾ ഇവനോട് പേര് ചോദിക്കും. പ്രഭുദേവി. നല്ല പേര്. நீங்க ஒரு பெரிய புடுங்கி. എടാ, കണ്ണില് മരുന്ന് ഒഴിക്കാൻ വന്ന നഴ്സ് പറയണ ഡയലോഗാണ് ഇത്. എന്നിട്ട് അവൻ കണ്ണില് ഫെവിക്കോൾ ഒഴിച്ചിട്ട് മാറി ഇന്ന് മൂത്രം ഒഴിക്കും. இப்பதான் நான் முழுசா பெண்ணாவே உணர்றேன். ഇവിടെ അമ്മച്ചിക്ക് പ്രസവ വേദന, മകൾക്ക് വീണവായന എന്ന് പറയുമ്പോലെ അവിടെ ഇരുന്ന് മാജിക് മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നു. ആ കുപ്പിയിലെ മദ്യം എടുത്ത് തറയിലൊക്കെ ഒഴിച്ച് അവിടെ അവൻ ഫയർ ഇടും. ശേഷം മറ്റേ പിങ്ക് മൊണ്ണ ടെഡിയെ കൊണ്ടുവന്ന് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ കൊടുക്കും. ഇതെന്തോന്ന് ടെഡിയടാ, ഇതിനെ കണ്ടാ തന്നെ അയ്യോ ബോധം കെടും, ഇതൊക്കെ ബോധം കെടും. ശേഷം ഒന്ന് തിരുമ്പോ അടുത്ത അവരാതെന്ന് പറയും പോലെ ഒരു 60 ജന്മം ചെയ്ത പാവമെല്ലാം കൂടി ഒരു ഒറ്റ പടത്തിൽ കണ്ടു തീർത്താൽ നമുക്ക് കഴുകി കളയാൻ പറ്റും. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കൂടി വേണ്ടി ഞാൻ കുരിശിൽ കയറിയിട്ടുണ്ട്. 2.5 മണിക്കൂറോളം ഇരുന്ന് ഈ പടം ഞാൻ കണ്ടിട്ട് ഒരു ചെറിയ വെർഷനാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അന്നേ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഹൈപ്പായിട്ടൊക്കെ തന്നാൽ മതി. അപ്പൊ അതാ അവിടെ ഒരുത്തിയ കുറെ പേർ ചേർന്ന് കബൂറാക്കാൻ നോക്കുന്നു. ഇതാണ് ജാക്ക് കുരുവി. അങ്ങനെ നമ്മുടെ ജോക്ക് സ്പാരോ അവിടെ വന്ന് കുറച്ച് പുരുഷത്വം കാണിക്കുകയാണ്. நீங்க அவளை தூக்கிட்டு போயிட்டு எங்கேயாவது அவளை அப்படி பண்ணீங்கன்னு என் மைண்ட்ல இப்படி தோணுது பையா. What the hell are you talking about? So please do in front of my eyes. What? വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇതിന്റെ ഡയറക്ടറെയും സ്ക്രീൻ പ്ലേ എഴുതിയവനെയൊക്കെ പിടിച്ച് അനുവാദം ഇല്ലാതെ അറുത്ത് കളയണം. എന്നിട്ട് ഓരോരുത്തരായി അവളെ ട്രൈ ചെയ്ത് നോക്കി മൂലയ്ക്ക് നിൽക്കും കാമുകൻ. അവന്മാർ അങ്ങോട്ട് എൻഗേജ് ആയത് ഇവൻ കയറി വിസിലടിക്കും. நான் கல்யாணம் பண்ணக்கு அப்புறம் கிஸ் பண்ண போனா அவளுக்கு உங்க வாய் தான் ஞாபகம் வரும். கழுத்து கிட்டதான் ரொம்ப சென்சிட்டிவ். லைட்டா கிஸ் கொடுத்தாலே அப்புறம் அவ ரொம்ப மூடாயி உங்களை ஏதாவது பண்ணிட்டானா
எப்படி டார்ச்சர் பண்ற ഇതിൽ സ്ലട്ട് ഷെയിം ഒക്കെ ഓസ്കാർ ലെവലാണ്. ഇതിൽ സെൻസ്ലെസ് ബോർഡ് ഭാഗ്യത്തിന് ആ ഭാഗമൊക്കെ മ്യൂട്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഈ പടമേ അങ്ങ് മ്യൂട്ടാക്കി കൂടായിരുന്ന. ആഴ്ചയും കേൾവിയും ഇല്ലാത്തവർ ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ്. ഈ പടത്തിന് ആരെങ്കിലും നല്ലത് പറഞ്ഞെങ്കിൽ അവർക്ക് എന്റെ റബ്ബർ ബാൻഡ്. എന്നിട്ട് നല്ല പെണ്ണ് എങ്ങനെയായിരിക്കണം, അവരെ എങ്ങനെ തൊടണം, അവരെന്ത് തൊടണം, അവരെ ആര് തൊടണം, വളരെ പ്രകടവും വ്യക്തവും കുലീനവുമായി അണ്ണ ഒന്ന് പറഞ്ഞു കൊടുത്താണത്. நல்ல பொண்ணுங்களுக்கு புருஷனை தவிர எவன் எங்க தொட்டாலும் பிடிக்காதரா குச்சி குச்சி. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കൊള്ളടാ കഴിവേറി കൊള്ളാം. ശാസ്ത്രീയമായി നീ ഒരു അബദ്ധമാണ്. ഈ ആത്തിക് രവിചന്ദ്രന്റെ ഭാര്യ ഉണ്ടാടേ. അല്ല ഞാൻ ചോദിച്ചാണ്. ഉണ്ടെങ്കിൽ കൊള്ളാം വെറുതെ പറഞ്ഞതേ ഉള്ളൂ. മാത്രവുമല്ല ഈ പടത്തിലേക്ക് അഭിനയിക്കാൻ 10 ചീക്കിലി കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞപ്പോ മെയിൻ സ്ട്രീമിൽ ഉള്ള നായകന്മാരെല്ലാം ബണ്ടിലായിട്ട് ഇങ്ങ് പോകുന്നത്. ഒരു മണിക്ക് വേണ്ടി ഹോൾസെയിൽ ആയിട്ടാണ് പടത്തിൽ ഒന്ന് അഭിനയിച്ചേക്കണം. ഇത്തരം റിഗ്രസീവ് ദുരന്തങ്ങളിലൊക്കെ പോയി അഭിനയിച്ചിട്ട് WCCയിലും മീറ്റൂലും ഒക്കെ ഏറ്റവും ആദ്യം പോയി കസേരയിട്ട് ഇരിക്കുകയും ചെയ്യും. ചിലരാണ് കേട്ടാ, എല്ലാരും അല്ല. പിന്നെന്ത് മണിക്ക് വേണ്ടി ഒന്ന് നനഞ്ഞാലെന്ത്, കുളിച്ചൊക്കെ കയറിയാ പോരെ. കുറച്ച് ഞാൻ അവനല്ലേ, കുറച്ച് രാക്ഷസൻ, ഒരു കടുകുമണി വലുപ്പത്തിൽ അന്യനും കൂടി ചേർത്തിളക്കിയ പടമാണ് ഈ വേസ്റ്റ് പടം. ഇതിലെ മെയിൻ കാര്യം എന്തെന്നാൽ ഏതെങ്കിലും പെണ്ണുങ്ങളും ആണുങ്ങളെ ചതിക്കാമെന്ന് വെച്ചാൽ സന്ദേഹം വന്നു എന്ന് മനസ്സിലായാൽ അവളുമാരെ അതായത് പെണ്ണുങ്ങൾക്ക് ചോയ്സ് ഇല്ല. ഒരുത്തിനെ തന്നെ ജീവിതകാലം മുഴുവൻ ഇഷ്ടപ്പെട്ട അവന്റെ കൂടെ തന്നെ അങ്ങ് ജീവിച്ചോണം. സ്ത്രീ ശരീരത്തോടും മനസ്സിനോടുമുള്ള ഇത്തരം അർബുദം എല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ ഒരു അവകാശവും സനാതനവുമാണല്ലോ. ഇതെന്താടാ അവിടെ സെൻസർ ചെയ്ത് വെച്ചേക്കണം. ഈ നാഷണൽ പെർമിറ്റിൽ ഓരോടെ മുമ്പേക്ക് രാക്ഷസന്റെ മുഖമുള്ള മാസ്ക് തൂക്കിയിട്ടേക്കണ പോലെ അവിടെ സുന്നത്തിൽ വെച്ചേക്കണ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാനായിട്ട് തിരക്കേടെ കാണിച്ചു വെച്ചേക്കണ സിനിമയ്ക്കകത്ത്. ഇനിയാണ് ഇത്തരം കൊലപാതകങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വരുന്ന പോലീസുകാരന്റെ എണ്ണം. രണ്ടാത്തൊന്ന് റോളക്സ് PS എഴുതി പോലീസ് കയറിയെന്ന്. അകത്ത് വന്ന് ബോഡി നോക്കുമ്പോ എന്തടാ ഇതൊരു മുനിസിപ്പാലിറ്റിയിലെ കൊതുക് മൊത്തം വന്ന് ചോര പിടിച്ചിട്ട് പോയാ. അതായത് വല്ല ട്രാക്കുളയും കടിച്ചാ ഒരുപാടാക്കി കളഞ്ഞല്ലോടാ സിംഗമേ. മാത്രവുമല്ല നടുവിരൽ മുറിച്ചേക്കണ്. അതെന്തിനായിരിക്കും? ശരീരം മുഴുവൻ ബ്ലഡ് സംഭരണം ചെയ്യുന്ന എന്തോ മരുന്ന് കുത്തിവെച്ച് അവളെ സ്റ്റാച്ചു ആക്കി കളഞ്ഞേക്കണ്. ഇനി ഇതാ മറ്റൊരു അപരാധവുമായി പ്രഭുദേവ. ഇയാൾ ഈ 5 സ്റ്റെപ്പായിട്ട് പണ്ട് ചിക്ക് ബുക്ക് മുതൽ തുടങ്ങിയതാണ്. ഇന്നും അതേ സാധനം തന്നെ വേറെ രീതിയിൽ കളിച്ചാണ് പിടിച്ചിരിക്കണം. അല്ല ചുമ്മാ പുള്ളി ഭയങ്കര ഡാൻസറൊക്കെ തന്നെ. അല്ലാണ്ട് ചുമ്മാ ഇരിക്കും. തമിഴന്മാര് ലോറിയും പിടിച്ച് ഇഞ്ഞു തന്നെ ചുമന്നുകൊണ്ട് പോകും. ഗസി ബഗീർ നാട്ടിലെ മിൻസ് കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. അവിടുത്തെ രാഹുൽ ഈശ്വരും മുകേഷ് എം നായരും ഒക്കെ അവൻ തന്നെ. പരാതികൾ സ്വീകരിക്കുന്ന അന്നൻ ഉണ്ടാക്കിയ ആപ്പിൽ നിന്ന് ചുരുണ്ടിയെടുത്ത സിമിലർ ആപ്പ് ഉണ്ടാക്കി അതുവഴി അപ്ലോഡ് ആവുന്ന പെണ്ണുങ്ങളെയാണ് ആശയം വക വരുത്താറ്. പിന്നെ ഉണ്ടല്ലോ എല്ലാ സൈക്കോകൾക്കും ഒരു വീക്ക്നെസ് ഉണ്ടാകുമല്ലോ. സൂപ്പർമാന് ക്രിപ്റ്റനൈറ്റ് പോലെ അഗീരയ്ക്ക് ക്രിക്കറ്റ് ആണ് ഒരു വീക്ക്നെസ്. ഈ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ സച്ചിന് വല്ല നേരിട്ടുണ്ടെങ്കിൽ ഇവ സ്പോട്ട് ദേഹണ്ണനായി പോയെന്നല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു പെണ്ണിനെ സമൂഹത്തിലെ കുറച്ച് മാന്യന്മാർ കബളിപ്പിക്കാനായി ശ്രമിക്കും. മാനം രക്ഷിക്കാൻ അവൾ ബഗീരിയുടെ ഹെൽപ്പ് ആവശ്യപ്പെടും. മനസ്സ് മുഴുവൻ മെൻസ് കമ്മീഷന്റെ ഐഡിയോളജി ഉള്ള ആ പുരുഷൻ பசங்களை லவ் பண்ணி ஏமாத்திருப்ப போய் மாட்டிக்கிட்டு சாப்பிடு. 8 வருஷமா ஒரே பையனை லவ் பண்றேன் சார். Wait, what? 2023 ഈ പടം എടുക്കാനുള്ള ചങ്കൂറ്റ് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സ്ത്രീകളെ പതിവ്രതകളും കന്യകകളുമാക്കി പുരുഷന്റെ സ്വന്തം സ്വത്താക്കി മാറ്റാനുള്ള കലോത്സവത്തിന്റെ പാരിജാത മോഡേൺ എഡിഷനാണ് ഈ അപരാധ സിനിമ. 50 ഷമ്മികൾ ഒരുമിച്ചിരുന്ന് എഴുതിയ കഥയാണ് ഇതെന്ന് തോന്നുന്നു. ஆமா சார் 8 வருஷமா என்ன மட்டும் தான் சார் லவ் பண்றேன். என்ன கூட ஒண்ணும் பண்ண விடுதல சார். எனக்கு பொண்ணுங்களை கண்டாலே பிடிக்காதியா. ஆனா இந்த மாதிரி பொண்ணுங்களை நம்ம காக்கணும். என்ன கூட ஒண்ணும் பண்ண விடுதல சார். അത് കേട്ടതും ബഗീര തന്റെ പുരുഷത്വം പുറത്തെടുത്ത് പിന്നെ ഉണ്ടല്ലോ ഇവന് മഴ കണ്ടാലും പ്രാന്താവൂന്ന്. ഒരു 10 പേര് ഒരുമിച്ചിടാങ്കിൽ അമ്മാവൻ ഒറ്റ കഴിഞ്ഞു നേരിടും. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരിപ്പേറ്റ് അമ്മാവനല്ലാത്ത ഒറ്റ അഭ്യാസങ്ങൾ ഈ ലോകത്തില്ല. ഇനി ഒരിടത്ത് അവൻ ഡോക്ടറായിട്ട് അഭിനയിക്കും, മറ്റൊരിടത്ത് അവൻ അമ്പിയായി. അങ്ങനെ വേഷങ്ങളും രൂപങ്ങളും നിരവധി ഉണ്ട് അവന്. യവ അമ്പിയാണെങ്കിലും കയ്യിരിപ്പ് കഴിവേരുത്തരമാണ്. രമ്യ നമ്പീശിന്റെ തന്ത എല്ലായിടത്തിനും മുന്നേ മോൾക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് അവളെ വെർജിൻ അല്ല എന്നും പറഞ്ഞ് ഞാൻ കയറ്റി വെച്ച് അത് നാട്ടിൽ പാട്ടാക്കി അയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച്
എന്നിട്ട് ചാവാതെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയും ഇട്ട് ടോർച്ചർ ചെയ്ത് അവളെ ആരുടെ കെട്ടുക എന്ന് പറഞ്ഞ് ആ ത്യാഗം അമ്മാവന് വേണ്ടി ഞാൻ ഏറ്റെടുത്തോളാം എന്നും പറഞ്ഞ് അവളെ നൈസായിട്ടങ്ങ് വളച്ച് കെട്ടി. എന്റെ എഴുത്തുകാരന്റെ വീടിന്റെ 30 കിലോമീറ്റർ റേഞ്ചിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിച്ചൊല്ലാം കല്യാണം കഴിച്ച അപ്പൊ അറ്റാക്ക് ഒന്ന് മരിക്കും. ഇതാ ഒരു കൊല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവർക്ക് അവസരം ടെഡിബിയറിന്റെ തൊടയിലൊരു രോമം കിട്ടുകയാണ്. ആൾക്കാരെ ഇങ്ങനെ സ്റ്റാച്ചുക്കി കൊല്ലുന്നത് അവനാണെന്ന് നാച്ചുറലി മനസ്സിലാക്കിയ പോലീസ് അതിനു മുന്നേ പ്രഭുദേവ് അല്ലേ പടത്തിലുള്ളത്. ഒരു ഡാൻസ് ഒരു പാട്ടുകൂടിയൊക്കെ ഇല്ലാത്ത സ്റ്റെപ്പ് അല്ല നേരത്തെ കണ്ടതിന്റെ വെർഷൻ 2 ആയതുകൊണ്ട് ബോറടിക്കൂല. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഇനി ഒരു ഉഗ്രൻ ഇതിഹാസം എന്തെന്ന് അങ്ങനെ കൊല നടക്കുന്നത് അറിഞ്ഞ് മക്കളോട് അക്കരെയുള്ള അച്ഛന്മാർ റോട്ടി ഇറങ്ങി സമരം ചെയ്യുമെന്ന് എന്തിനാണെന്ന് അറിയാമോ? ரொம்ப பாவம் சார். 2 பசங்களை லவ் பண்ணி ஏமாத்திட்டா. என் பொண்ணு 4 பேரை ஏமாத்திருக்கா சார். സാർ ഞാൻ പൊണ്ണു എത്ര പേരെ ഏമാത്തിരിക്കാൻ சொல்ல மாட்டேங்கிறா സാർ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ പോലീസുകാരന്റെ മകൻ തന്നെ ബഗീര ആപ്പിൾ കയറി ഏതൊരു പെണ്ണിനെ പോട്ട് കൊടുക്കണ്. അവന്റെ അടുത്ത ഇര ഇവളാണ്. അവള് മകാലത്തിൽ ആരെയോ ചതച്ചിട്ടുണ്ട്. തിരിച്ചവൻ തെളിവ് സഹിതം അവളെ ബഗീരയ്ക്ക് പിടിച്ചു കൊടുക്കുന്നു. പോലീസുകാർ ഭാഗ്യത്തിന് അവളെ ട്രാക്ക് ചെയ്ത് എത്തുന്നതിനാൽ അവൾ സത്ത് പോകാതെ രക്ഷപ്പെടും. ഇവന്റെ കൂട്ടാളിയാണ് നാസർ ഉണ്ടപ്പക്രുവാണ് ഈ കൊലപാതകം ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അവർക്ക് മുകളിൽ ഒരുത്തനുണ്ട് ബഗീര. പിന്നീട് നമ്മൾ കാണുന്നത് ജോണി ഡെപ്പിന്റെ കാമുക ഒരുത്തിനെ പിടിച്ച് വീട്ടിൽ കയറ്റി സാറ്റുകളി എന്നൊക്കെ പറഞ്ഞാൽ എന്നും ഇടയ്ക്കിടയ്ക്ക് സാറ്റുകളി ഇത്തവണ ആ കളി പ്രഭുദേവ പോക്കും. പക്ഷെ കൊല്ലൂല. അതിന് പുള്ളിക്ക് ശ്രീലങ്ക വരെ പോകണം. എന്നാലും ഒരു ഇതുള്ളന്ന്. ഇതിനാൽ തന്നെ തന്റെ ഷോർട്ട് ലിസ്റ്റിൽ 1, 2, 3, 4 സ്ഥാനമുള്ള സ്ത്രീകളെ പൊക്കി ഹോട്ടലിൽ മഹരും കൊടുത്ത് നിക്കാഹും ചൊല്ലി നെയ്മൂണെന്നും പറഞ്ഞ് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകും. എന്തൊരു സ്പീഡാണ്. അവൻ ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിനെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി അതിന്റെ കല്യാണവും കഴിപ്പിച്ചു വിട്ട് യവമല്ല ഷെയവും ഒന്നും ചത്തും പോകും. പിന്നെ ഇവളുണ്ടായിരുന്ന എടാ ബിരുദ നീ അവളെ വളച്ചാടാ. അവ പെണ്ണുങ്ങളെല്ലാം കൊണ്ടുവന്നില്ലേ. ഇനി ഇതാ ഒരു ഹെഡ് റിവീൽ. ഇനി ഞാനൊരു കരഞ്ഞ പ്രശ്നം പറയട്ടെ. പണ്ട് 2 കുട്ടികൾ അവർ മൗങ്കുളിയുടെ കടുത്ത ആരാധകരായിരുന്നു. കാർട്ടൂണൊക്കെ കണ്ട് വളർന്ന അവർ ഒരു ദിവസം സാറ്റ് കളിക്കുമ്പോൾ ആന്റി മാറ്റർ ചെയ്യുന്നത് അറിയാതെ എത്തി നോക്കും. അത് കണ്ടതിനാൽ അത് ആരും പോയി പറയാതിരിക്കാൻ എന്നിൽ മരുന്നടിച്ച് കൊച്ചിന്റെ കാഴ്ച കളയും. കാഴ്ച പോയി അവൻ വളർന്ന് വലുതായി നമ്മുടെ ബഗീരയായ പ്രഭുദേവയും മറ്റവൻ സ്റ്റാച്ചു പ്രേമിയുമായ ശ്രീകാന്തുമായി മാറും. ഇവരൊരു സ്റ്റാച്ചു പ്രേമി ആയതുകൊണ്ട് സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വിറ്റ് തമിഴ്നാട്ടിൽ തന്നെ വലിയൊരു പെരുന്തച്ഛനായി മാറുകയാണ്. അവനൊരു കാമുകിയുണ്ട് രേഷ്മ. അവൾക്ക് വേണ്ടി അവൻ ശ്രീലങ്കയിൽ ഒരു ബംഗ്ലാവ് ഒരു കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പറഞ്ഞ് സ്പോട്ടി ബംഗ്ലാവും കൊടുത്ത് കല്യാണവും കഴിച്ച് ഹണിമൂണിന് കൊണ്ടുപോണ നിന്റെ ഐഡിയ ആയിരുന്നല്ലടാ. ബട്ട് പ്രകൃതി എത്ര വിരുദ്ധനാണെന്നിടയിൽ അവരുടെ അമ്മ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിലാകും. ഇനിയിപ്പോ എന്തായാലും അമ്മച്ചി മരിക്കാൻ പോണ അമ്മയോട് ശ്രീകാന്ത് വളരെ സങ്കടത്തോടെ എന്ന് പറയും. അമ്മച്ചി എന്തായാലും ചാമ്പോയല്ലേ, അമ്മച്ചിയുടെ കണ്ണകല്ല അവന് കൊടുക്കും. അവരാണെങ്കിൽ കുട്ടിയിലെ കാഴ്ചയില്ല. പറ്റുമെങ്കിൽ ആ 2 കണ്ണകം കൊടുത്താൽ അവനൊരു സമ്മാനമാവും. സംഭവം ഇത് പ്രഭുദേവയുടെ അമ്മയല്ല. പ്രഭുദേവന്റെ അമ്മയും അച്ഛനൊക്കെ നേരത്തെ മരിച്ചു പോയി. എടുത്ത് വളർത്തി എന്നെ നന്ദിയാണ് അവ ഇപ്പൊ ചോദിച്ചത്. അങ്ങനെ അവർ മരിക്കും. പ്രഭുവിന് ഫ്രീ ആയിട്ട് 2 കണ്ണും കിട്ടും. പക്ഷെ ശ്രീകാന്തിന്റെ കാമുകി അവനെ ചതച്ചടാ പിള്ളേരെ. ഇത്രയും വലിയ ട്രാജഡി അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അവൾ ഒരു റിസോർട്ടിൽ പോയി കാമുകനും മൊത്തം ചില്ല് ചെയ്യുകയാണ്. മുരളി ലൂസ് അവൻ അമ്മ സെത്ത് പോയിച്ചല്ല ഏൻ വരലെന്ന് ചെക്ക് പண்றான். എടാ ഇത്ര ദൂരം നിന്ന് വീഡിയോ കോളിലെ ശബ്ദം എങ്ങനെടാ കേൾക്കണം? ലോജിക്ക് ഇല്ലാത്തതിന് ഒരു ലോജിക്ക് വേണ്ട. പക്ഷെ ഈ പ്രഭുവിന് കണ്ണ് കിട്ടുന്ന ആ ദിവസം ആദ്യം അവൻ കാണുന്നത് കുഴിമന്തിയാണ്. ചിക്കൻ മാത്രമുള്ളല്ല, ഇതിലെ റൈസ് എവിടെയെന്ന് പ്രഭുദേവയും. അത് ചിക്കൻ അല്ല, പ്രേമനൈരാശ്യം മൂത്ത് ആത്മഹത്യം ചെയ്ത നിന്റെ ബ്രോ ആണെന്ന് കണ്ടു നിന്നവരും. അത് കേട്ടതും പ്രഭുദേവി ആ ദേശത്തെ ഒരു ഷേവിംഗ് സെറ്റും മേടിച്ച് അവൻ തലയും പഠിച്ച് നേരെ ലവളെ കൊല്ലാൻ ചെന്ന് അക്രമം അഴിച്ചുവിടുമെങ്കിലും കാമുകം തലക്കടിച്ച് ബോധം കെടുത്തിയിടും. അവനെ കൊല്ലാൻ പറ്റാത്ത വിഷമത്തിൽ ഉഴുത്ത വട്ടായി അവൻ മെന്റൽ ഹോസ്പിറ്റലിലാണ്. പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങി അവൻ ജയിലിൽ കിടന്ന മൈക്ക് ടൈസനെ പോലെ കിട്ടിയ സമയം ഫുൾ ദുരുപയോഗിച്ച് കമ്മീഷന് വേണ്ടി പഠിക്കും. മനസ്സും ശരീരവും അന്ത്യകാലം വരെ ഉപയോഗിക്കാൻ അവൻ തീരുമാനിക്കും. பசங்களுக்கு ஒரு பகீரா மாதிரி பொண்ணுங்களுக்கு ஒரு அகீரா வரட்டுமே, ஆனா வரமாட்டாங்க. ஒரு பொண்ணுக்கு பிரச்சனைனா இன்னொரு பொண்ணு வரவே மாட்டா. ஒரு பையனுக்கு பிரச்சனைனா இன்னொரு பையன் வருவான்.
വയ്ക്കും. കാര്യമായ എന്തോ വിരോധം ഇതിന്റെ എഴുത്തുകാരന് പെണ്ണുങ്ങളോടുണ്ട് കേട്ടോ. അത് ശരിയാ എന്നെ പ്രസവിച്ചത് വല്ല പാമ്പോണോടെ അല്ല ഉഗ്രവിഷൻ ചീറ്റിനോട് പറഞ്ഞതാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ മറ്റേ കൂട്ടുകാരി അവളുടെ മറ്റൊരു കൂട്ടുകാരിയെ ഇവിടെ ഈ ബംഗ്ലാവിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കാണിക്കുന്ന കേട്ടാ. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ലോജിക്കും ഇല്ലെന്ന് ഇങ്ങനെ കണ്ടാൽ മതി പടം. അങ്ങനെ രണ്ട് കൂട്ടുകാരികളോട് ചേർന്ന് ക്രിക്കറ്റ് കാണും. ക്രിക്കറ്റ് കണ്ട അറിയാലല്ലോ അവന് അവന് ക്രിക്കറ്റ് ഭ്രാന്താണ് കേസ്, ക്രിക്കറ്റ് ഭ്രാന്ത്. ധോണി വിരമിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ സ്വന്തമായിട്ട് പോയി ആത്മഹത്യ ചെയ്തോളൂ. ഇവന്റെ ഈ ബാച്ചിലർ ബിഹേവിയർ കണ്ട അവൾ നേരെ പോയി തന്റെ കേസ് സ്റ്റഡി എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും ഇവൻ താൻ അവൾ പഠിച്ചുകൊണ്ടിരുന്ന അന്ത സ്പെഷ്യൽ കേസ്. അയ്യോ ഇത് സഞ്ജയ് രാമസ്വാമി, ഇതല്ല ഇത് അവിടെ ഒരു അപരാധ കളമാണ്. അതിനിടയിൽ ഒരു പാട്ട്. ഓടി ഓടി അവൾ മുകളിലത്തെ നിലയിൽ ചെല്ലുമ്പോൾ അതിനകത്ത് അവിടെ അതാ അടുത്ത കണ്ടെയ്നറിൽ ഫ്രാൻസിലെ മ്യൂസിയത്തിലേക്ക് കയറ്റി വിടാനുള്ള റിയൽ ലൈഫ് ശിലകൾ ഇതാ അടുക്കി വെച്ചിരിക്കുന്നത് എല്ലാം പെണ്ണുങ്ങളാണത്രേ. ഇത് ഹൗസ് ഓഫ് വാക്സ് എന്ന് ചൂണ്ടിയതല്ലേടാ. അങ്ങനെ ഒടുവിൽ അവളെ പിടിച്ച് ശിലയാക്കാൻ നോക്കുമ്പോ അവന് വട്ട് മൂത്ത് പുറത്തു വരുന്നത് ആരാ? ശ്രീകാന്ത് വന്ന ഒരു മൊമെന്റോ ഇല്ലാതെ കൂതറ വെറുപ്പിക്കലാണ്. കൊല്ലുന്നതിന് മുന്നേ അവളെ പോട്ട് കൊടുത്തവനെ വിളിച്ച് അവൾ ചെയ്ത തെറ്റ് ശരിയാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ച് ചോദിക്കുമ്പോ പ്രാക്ടിക്കലി അവൾ ഇതൊന്നും ചെയ്തിട്ടില്ല. ബഗീര ഈസ് റോങ്. ഇത്രയും നേരം പ്രേക്ഷകർക്കായി ടോക്സിസിറ്റിയും ഈ വിരുദ്ധതയും സ്ലക്ഷയും ഡാം പൊട്ടിയ പോലെ തുറന്നു വിട്ടതിന് ശേഷം ഒരു സിറിഞ്ചിൽ കുത്തിയൊരു അല്പം നല്ല ഉപദേശം തരുകയാണ്. ஒரு பொண்ணு நல்லவளா கெட்டவளான முடிவு பண்றதுக்கு நான் இஷ்டத்துக்கு ட்ரெஸ் பண்ணிட்டு வெளியே போனா நாங்களும் உங்களை மாதிரி தம் அடிச்சு குடிச்சா நாங்க ஒரு பொண்ணு ஒரு பையனை தான் லவ் பண்ணணும்னு முடிவு பண்றதுக்கு நீங்க யாரா? എനിക്കൊന്നേ പറയാനുള്ളൂ, ഊഞ്ഞാലടിക്കോ പക്ഷെ ഉറിയിലാടരുത്. അത് മാത്രമല്ല കുഞ്ഞിലേ ഇവനൊരു പ്ലേമേറ്റ് ഉണ്ടായിരുന്നു. ആ പ്ലേമേറ്റ് പണ്ട് എപ്പോഴോ വഴിക്ക് വെച്ച് പോയി. അത് ഇവളാണത്രേ. ആ തുണിയില്ലാത്ത സത്യം കൂടി അവൾ തുറന്നു പറയുകയാണ്. പിന്നീട് അതിനുശേഷം ഇത്രയും വലിയ സീരിയൽ കില്ലറായി ഇവന് ഭാര്യയും കൂട്ടി. അവന്റെ മകനൊരു കാമുകിയുണ്ട്. കാമുകിയുടെ അമ്മ ഈ ബന്ധത്തിനെതിരാണെന്ന്. അങ്ങനെ അമ്മയോട് പ്രഭുദേവ് പോയി സംസാരിക്കാമെന്ന് കരുതിയ അമ്മയെ കാണിക്കും. അത് ആരാണെന്ന് അറിയണ്ടേ? സൂപ്പർ പടം, നല്ല സൂപ്പർ പടം. നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം ഇത് കണ്ടു കഴിഞ്ഞപ്പം എന്താണ് തോന്നിയെന്നുള്ളത് ദയവായി ഒന്ന് കമന്റ് ഡൗൺ ചെയ്യൂ. കൂടുതലൊന്നും എനിക്ക് ഇനി ഈ സിനിമയെ പറ്റി ഒന്നും പറയാനില്ല. സോ അപ്പോൾ അൺടിൽ വി മീറ്റ് അഗൈൻ, നമ്മൾ ഇനിയും കാണും.